സാധുമൃഗത്തിൻ ജീവനെടുക്കും സുപ്രീം കോടതിയെ പുച്ഛിച്ചും സാധുമൃഗത്തിൻ ജീവനെടുക്കും കയ്യടി വാങ്ങാൻ നോക്കണ്ട. സാധുമൃഗം പോലും പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു ദയയുമില്ലാതെ കടിച്ചു കീറുന്ന തെരുവ് നായ സാധുമൃഗം. പാമ്പുകൾ പോലും പേടിച്ചിട്ടാണ് ഉപദ്രവിക്കുന്നത്. എന്നാൽ ഈ തെരുവ് നായകളോ? ഞങ്ങളുടെ പട്ടികൾ എവിടെ മേയറെ എന്നും ചോദിച്ചുകൊണ്ട് കരച്ചിലും നിലവിളിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ചില പട്ടി സ്നേഹികൾ. തെരുവ് നായകളെ നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുത്തതാണ് ഈ പട്ടി സ്നേഹികളെ ഇപ്പോൾ വല്ലാണ്ട് അങ്ങ് ചൊടിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നായ്ക്കളെ എന്തിനാണ് പിടിച്ചുകൊണ്ടു പോകുന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ച് ഇവർ കൂട്ടത്തോടെ തെരുവിലിറങ്ങി വൻ കുരയാണ്. പക്ഷേ ഈ വലിയ മനുഷ്യത്വവാദികളോട്, ഇവർക്കാണല്ലോ, ഇവരുടെ മനുഷ്യത്വമാണ് കൂടുതൽ എന്നാണല്ലോ പറയുന്നത്, നമ്മളെക്കാൾ കൂടിയ മനുഷ്യത്വമുള്ളവരാണല്ലോ. അപ്പൊ അവരോട് സാധാരണക്കാർക്ക് ചോദിക്കാൻ ചില വ്യക്തമായ ചോദ്യങ്ങളുണ്ട്. തെരുവ് നായകളുടെ കടികൊണ്ട് പിഞ്ചു കുട്ടികൾ മുതൽ വയോധികർ വരെ ചോര ഒലിപ്പിച്ച് റോഡിൽ മരിച്ചു വീണപ്പോൾ ഈ മൃഗസ്നേഹികളെ ആരെങ്കിലും ഈ വഴിക്ക് കണ്ടിരുന്നു? കേരളം നടുങ്ങിയ കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ ആ മിണ്ടാപ്രാണിയായ കുരുന്നിനെ നായ്ക്കൾ കടിച്ചുകീറി കൊലപ്പെടുത്തിയപ്പോഴും സൈക്കിളിൽ പോകുന്ന കുട്ടികളെയും മുറ്റത്ത് കളിക്കുന്ന കുഞ്ഞുങ്ങളെയും വീട്ടിനുള്ളിൽ കയറി കുഞ്ഞുങ്ങളെയും നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചപ്പോഴും ഇവരെല്ലാം ഏത് മാളത്തിലായിരുന്നു? പ്രഭാത സവാരിക്കിറങ്ങിയ വയോധികർ പോലും കടിയേറ്റ് വീണപ്പോൾ ഇല്ലാത്ത മനുഷ്യ സ്നേഹം ഇവർക്കിപ്പോൾ നായ്ക്കളോട് തിളച്ചു മറിയുകയാണ്. മുദ്രാവാക്യം വിളിച്ച് പട്ടിഷോ ഇറക്കുന്ന ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ വി രാജേഷിനെയും ഭരണസമിതിയെയും തിരഞ്ഞെടുത്തത് ഈ പ്രതിഷേധക്കാരും അവരുടെ തെരുവ് നായകളുമല്ല, മറിച്ച് തിരുവനന്തപുരത്തുള്ള മനുഷ്യരാണ്, മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യർ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ ആദ്യത്തെ കടമ. ഭയപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഈ പട്ടി സ്നേഹികൾ സൗകര്യപൂർവ്വം മറക്കുകയാണ്. പ്രതിവർഷം 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ആളുകൾക്കാണ് കേരളത്തിൽ തെരുവ് നായകളുടെ കടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടി വരുന്നത്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളായിട്ടുള്ള പുല്ലുവിള, വിഴിഞ്ഞം, അടിമലത്തുറ എന്നിവിടങ്ങളിൽ ഈ ആക്രമണങ്ങൾ നിത്യസംഭവമാണ്. പേവിഷബാധ വാക്സിൻ എടുത്തിട്ടും ആളുകൾ പിടഞ്ഞു മരിക്കുന്ന ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ നാടിപ്പോൾ കടന്നു പോകുന്നത്. അതിലൊന്നും ഇവർക്ക് യാതൊരു ഒരു പ്രശ്നവുമില്ല. ഇതുവരെ കേരളം ഭരിച്ച പിണറായി സർക്കാരിനോടോ ഇപ്പോൾ ഭരിക്കുന്ന വി സതീശനോടോ ഡോഗ് ഷെൽട്ടറുകൾ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാൻ ഈ കരഞ്ഞു നിലവിളിക്കുന്നവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവിടെയൊന്നും പോയി ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവർക്ക് ധൈര്യവുമില്ല. കേരളത്തിൽ ആകെയുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണല്ലോ. മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന നായ്ക്കളെ നിയന്ത്രിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത ധീരമായിട്ടുള്ള ഒരു നടപടി, അതെടുക്കുമ്പോൾ അതിനെതിരെ മാത്രം പ്രതിഷേധിക്കാൻ വരുന്ന ഈ കൂട്ടം, ഈ നായ്പ്രേമി കൂട്ടം യഥാർത്ഥത്തിൽ തെരുവ് നായകളെക്കാൾ വലിയ പൊതുശല്യം തന്നെയാണ്. മനുഷ്യന്റെ ജീവനേക്കാൾ വലുതല്ല ഒരു മൃഗസ്നേഹം. ചോരയൊലിപ്പിച്ച് പിടഞ്ഞു വീഴുന്ന സാധാരണക്കാരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത ഈ എലൈറ്റ് ക്ലാസ് ഫെമിനിസ്റ്റ് കൊച്ചമ്മമാരുടെ നാടകങ്ങൾ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം സുരക്ഷയ്ക്കായി അധികാരികൾ ഒരു നടപടിയെടുക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഈ വ്യാജ മൃഗസ്നേഹികളെ പൊതുസമൂഹം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യും. തെരുവുനായ ശല്യത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച മേയർ വി രാജേഷിന് അഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളം.